അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നൊരു ഹോമിയോ ക്ലിനിക്കിലേക്കാണ്. വേറെ ആരുമല്ല, എൻ്റെ അനിയത്തി പഠിച്ച് സ്വന്തമായിട്ട് തുടങ്ങിയൊരു ഹോമിയോ ക്ലിനിക്കിലേക്ക്. അപ്പോൾ ഓളൊരു ഫുഡി ആയതുകൊണ്ട് തന്നെ ഫുഡ് മേടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് ബേബി കയറി ഓളെ ഇപ്പോഴത്തെ ഫേവറേറ്റായ ബ്രൗണിയും മേടിച്ച് ആടെ നിറങ്ങി. ആടെ നിറക്കുമ്പോൾ ചെറിയൊരു മഴ, അതുകൊണ്ട് നമ്മൾ കോട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റായതുകൊണ്ട് ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരെ ബൈക്ക് എടുക്കാണ്ട് സ്കൂട്ടി എടുത്തിറങ്ങിയത്. ഇങ്ങനത്തെ ചെറിയ ഓട്ടത്തിനുള്ള സ്കൂട്ടീൻ്റെ ഏറ്റവും നല്ലത്. അങ്ങനെ വീഡിയോസിലെടുത്ത് മഴയത്ത് നല്ല ഇങ്ങനെ വൈബാക്കി പോകാമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ മഴയുമില്ല, ഒന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ നല്ല വെയിൽ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിൽ എന്നെ നോക്കാൻ തുടങ്ങി. കാരണം ഈ വെയിലത്ത് എന്തിനാണ് ഇവർ ഇങ്ങനത്തെ കോട്ടും കാര്യങ്ങളും ഇട്ടിട്ട് പോകുന്നതിനുള്ള നോട്ടത്തിൽ. അങ്ങനെ മഴേൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കോട്ടൺ ഇട്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അങ്ങനെ പാനൂർ ടൗണെത്തി. ജനിച്ചതിന് ശേഷം ഇതിലോട്ട് വരാൻ തുടങ്ങിയിട്ട് അന്ന് കാണാൻ തുടങ്ങിയ ബ്ലോക്കാണ്. ഇന്നും അതിനൊരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല വെച്ചാൽ ഒറ്റപ്പൊടി മാറ്റമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമില്ല, അതിനെക്കൊണ്ട് ബ്ലോക്ക് കൂടുമല്ലാണ്ട് കുറഞ്ഞിട്ട് വരില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എങ്ങനെയല്ല ബ്ലോക്കിൻ്റെ ഇടയിലോട്ടെല്ലാം കുത്തി കയറ്റിയിട്ട് ബൈക്കായതുകൊണ്ട് ഞാൻ അപ്പുറം എങ്ങനെയും എത്തി. അപ്പോൾ ഇതാട്ടാ ഞാൻ പറഞ്ഞ ക്ലിനിക്ക്, ജീവ ഹോമിയോ ക്ലിനിക്ക്. അങ്ങനെ ഇവർക്ക് വേണ്ടി മേടിച്ച ഫുഡ് എടുത്ത് നേരെ ഇവിടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടുമ്പോൾ സന്തോഷം കണ്ട അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഇപ്പോൾ ഏത് അസുഖമായിക്കോട്ടെ, തലവേദന, മൈഗ്രെയിന്, മുട്ടുവേദന, കാലുവേദന, നമ്മുടെ മുഖക്കുരു കാര്യങ്ങൾക്ക് എന്തിനായിക്കോട്ടെ ഇവിടെ ചികിത്സയുണ്ട്. അപ്പോൾ പാനൂർ കൂത്തുപറമ്പ് ഭാഗത്തൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് അസുഖം എന്തെങ്കിലും കാര്യം കണ്ടെന്ന് കയറി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും എനിക്ക് താരം ഉണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റായിട്ട് എൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ കലയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് ഇവൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി ഞാൻ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ സ്ഥലം വരുന്നത് നമ്മുടെ കൂത്തുപറമ്പ് പാനൂർ റോഡിൽ, പാനൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞപാട് പൂക്കോം റോഡിൽ വലത്ത് സൈഡിൽ തന്നെ ജീവ ഹോമിയോ ക്ലിനിക്ക്.